ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ മുതിർന്നവർ ഓരോ സമൂഹത്തിൻ്റെയും ചരിത്രപരമായ ഓർമ്മത്തുടിപ്പുകളാണ്. ജനതയുടെ ഭാവിയാണവർ. മതങ്ങളും സമൂഹവും ചെറുലോകത്തിലേക്ക് ചുരുങ്ങരുത്. അങ്ങനെയായാൽ ഞാൻ മാത്രമാണ് ശരിയെന്നും നിങ്ങൾ തെറ്റാണെന്നും തോന്നിത്തുടങ്ങും. യുവാക്കളോട് മുഴുവൻ സമയവും ഫോണിൽ കളിച്ചു കളയരുത്. ചുറ്റുമുള്ള ലോകത്തെ അവഗണിച്ച് തള്ളരുത്. മൊബൈൽ ഫോൺ പോലെ തന്നെ സമർപ്പണത്തോടെ ബൈബിളും കൊണ്ടു നടക്കുകയും വായിക്കുകയും ചെയ്യണം. പരദൂഷണത്തിൻ്റെ ബോംബ് ആധ്യാത്മിക ജീവിതത്തെ തകർക്കാൻ പോന്നതാണ്. അതിൽ നിന്നും വിട്ടുനിൽക്കുക. അതിനെതിരെ കരുതിയിരിക്കുക. പാവങ്ങളെ സഹായിക്കുന്നതും പരദീസയിൽ പോകാനുള്ള പാസ്പോർട്ട് എടുക്കലാണ്. വിദ്വേഷവും അസൂയയും അഹംഭാവവും ജീവിതങ്ങളെ നശിപ്പിക്കും. സഹാനുഭൂതി പ്രത്യാശയുടെ വലിയ ചക്രവാളം തന്നെ തുറന്നുകൊടുക്കും. മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് ഹൃദയമുണ്ടാകണം. സംഭാഷണം ആക്രമണത്തിനെതിരായി ഉള്ള ഔഷധമാണ്. രാഷ്ട്രീയക്കാർ അവരുടെ വാദപ്രതിവാദങ്ങളിൽ ശബ്ദം കുറച്ച് സംസാരിക്കാൻ പഠിക്കണം. അന്യോന്യം മുറിപ്പെടുത്താതിരിക്കണം. നിത്യജീവൻ എന്നാൽ ആനന്ദം എന്നാണ് അർത്ഥം. അത് മരണാനന്തരമുള്ള ജീവിതം മാത്രമല്ല, മറിച്ച് പൂർണ്ണവും പൂർത്തീകരിക്കപ്പെട്ടതും പരിമിതിയില്ലാത്തതും പ്രകാശപൂർണവുമാണ് ജീവിതമാണ്.